Hello friends, welcome back to my channel SSC Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള വേറൊരു മസാല ബാട്ടുപെത്തൽ അതുപോലെ തന്നെ ബീഡിയപ്പം കുഴലപ്പം ആ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ, നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5-6 ചെറിയ ഉള്ളിയിലെ കുഞ്ഞുള്ളിയും ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുള്ളായിട്ടുള്ള ഗാർലിക്കില്ലേ വെളുത്തുള്ളി അതെടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി, ഒരു 25 പച്ചമുളക്, 3 മുട്ട, പിന്നെ 2.5 കപ്പ് പച്ചരി. അത്രയാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതിനാദ്യം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് നൈസായിട്ട് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ തേങ്ങ ഞാൻ ചെരുവുന്ന ടൈമിൽ അത് അടിയോടെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു, അതും കൂടി ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഗാർലിക്കും ജിഞ്ചറും ഒനിയനും ഗ്രീൻ ചില്ലിയും ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് നല്ലപോലെ നൈസായിട്ട് പൊടിച്ചെടുത്ത് വരാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാവ് പുതുക്കുന്നൊന്നുമില്ല, നമ്മൾ ആവി കയറ്റിയിട്ടൊന്നും എടുക്കുന്നൊന്നുമില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അരച്ചെടുത്തിട്ടുണ്ട് ബ്ലെൻഡ് ചെയ്തിട്ട്. അതിൻ്റെ ഇതിലേക്ക് നമുക്ക് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. വെള്ളത്തിൽ കുതിർത്തി വെച്ച പച്ചരി ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒരു മുട്ട ഇട്ടെടുത്തിട്ടുണ്ട്, പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമ്മൾ ഇതിനെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. പാകത്തിന് വെള്ളം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ദോശക്കൊക്കെ അരക്കുന്ന പരുവത്തിലാക്കി ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുക്കരുത്. നമ്മൾ ഇതിനെ പുതുക്കിയെടുക്കുന്നതല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിയിട്ട് കുഴച്ചെടുക്കുന്നതാണ്. പത്തിരിപ്പൊടിയില്ല, നൈസ് പത്തിരിയുടെ പൊടി, പച്ചരി പൊടിയാണ് നൈസ് പത്തിരീൻ്റെ. നമ്മളുടെ നാട്ടിലെ പത്തലിൻ്റെ പൊടിയല്ല, നമ്മൾ പാക്കറ്റായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന പൊടിയില്ലേ, ഡബിൾ ഹൗസിൻ്റെ, ഈസ്റ്റേൻ്റെ, അതുപോലത്തെ അജ്മീൻ്റെ ഒക്കെ ആ നൈസ് പത്തിരിയുടെ പൊടി വേണം നമ്മൾ എടുക്കാൻ. അത് പച്ചരി പൊടിയാണ് ആ പാക്കറ്റിൽ വരുന്നുള്ളത്. നമ്മൾ ഇങ്ങനെ 3 ബാച്ചാക്കിയിട്ടാണ് ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ അരച്ചെടുക്കുന്നുള്ളത്. നമ്മൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് അരിയെടുക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ഇതിവിടെ സ്ക്രീനിലും കാണിക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എഴുതിയിട്ടുണ്ട് എല്ലാ റെസിപ്പീസിൻ്റെയും. ആദ്യം അരച്ചത് കുറച്ച് ലൂസായിട്ടുണ്ട്, എന്നാൽ ബാക്കി രണ്ടും ഞാൻ നല്ലപോലെ കട്ടിക്ക് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അത് അരിയാൻ പാകത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ നെയ്പ്പത്തിരിക്കൊക്കെ അരച്ചെടുക്കുമല്ലോ, നെയ്പ്പത്തലിനൊക്കെ കുറച്ച് കട്ടി കൂടിയിട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ അജ്മീൻ്റെ പത്തൽ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്, പത്തിരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടിയാണ് കേട്ടോ. ഇതിന് അളവൊന്നുമില്ല, നമ്മൾക്ക് ഇത് ടൈറ്റ് കൺസിസ്റ്റൻസി ആയിട്ട് എപ്പോൾ കിട്ടുന്നത് അത്ര വരെ നമുക്ക് ഈ മാവ് പൊടി ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് പൊടി ഇട്ട് കൊടുക്കരുത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറിവേപ്പിലയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ക്യുമിൻ സീഡിലെ നല്ല ജീരകം അതൊരു 1/2 ടീസ്പൂണിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അയമോദകമാണ് കേട്ടോ, അജുവൈന്. പിന്നെ കറുത്ത എള്ളില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ അരക്കുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ ടൈമിൽ നമ്മൾക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ പൊടി എത്രത്തോളം വേണം അത്രത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് മറ്റേ ചില്ലി ഫ്ലേക്സ് കൂടെ 2 ടീസ്പൂണ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ ബോൾസ് കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കണം. നമ്മൾ വാട്ടത്തിലിനൊക്കെ ബോൾസ് ആക്കുന്നില്ലേ, അത്രത്തോളമുള്ള ബോൾസ് ആക്കി എടുത്താൽ മതി. പറ്റുന്നത്ര കുഞ്ഞു ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ പത്തിരി പ്രസ്സിലെ പത്തലിൻ്റെ അച്ച് അതിൽ വെച്ചിട്ട് ഒരു 4 എണ്ണം ഒരേ ടൈമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ പ്രസ് ചെയ്തിട്ട് ഒരേ ടൈമിൽ ഇതാ ഇങ്ങനെ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ടും ഇടാം. ഇങ്ങനത്തെ ഒരു 4-5 ബാച്ച് ഞാൻ ഒരിക്കൽ പൊരിക്കുന്ന ടൈമിൽ ഇടുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇവിടെ പാനിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുത്തിട്ട്
ഒരു സൈഡ് നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ടിട്ട് നമുക്ക് സെയിം ബാട്ടത്തിലൊക്കെ ചുടുന്നില്ലേ അത് തന്നെ പിന്നെ നമ്മൾ ബീഡിയപ്പത്തിൻ്റെ ടൈപ്പിലാക്കിയിട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളുടെ കുഴലപ്പം ഇല്ലേ ആ ടൈപ്പിലാക്കിയിട്ടും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ടൈപ്പിൽ തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് 2-3 ഡിഫറെൻറ്റ് ടൈപ്പിൽ ഇരിക്കട്ടെ എന്ന്. പിന്നെ കുറേ ബീഡിയപ്പം ആക്കുമ്പോൾ നമുക്ക് മടിയാവുന്ന കൊണ്ടുപോകാന്ന് ഞാൻ ഈ പാട്ടുപത്തലിൻ്റെ ടൈപ്പിലും ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ പത്തലിൻ്റെ പുട്ട് പുതുക്കണ്ട എന്നെല്ലാം വെച്ചിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കാതെ നിൽക്കും. അങ്ങനെ വെച്ചിട്ട് ആരും ഇനി ഉണ്ടാക്കാതെ നിൽക്കണ്ട. ബാട്ടുപത്തിലും സെയിം മെത്തേഡിൽ തന്നെയാണ് ഞാൻ പത്തിരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടി ഇട്ടിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കൽ. അരി മിക്സിയിൽ അടിച്ചിട്ട് അത് ലൂസായിട്ട് നമ്മൾ അരക്കുമല്ലേ, എന്നിട്ടായിട്ട് മിക്സീൻ്റെ ജാറിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഫ്രൈ പാനിലൊക്കെ ഇട്ടിട്ട് പത്തലിൻ്റെ ഓടിലൊക്കെ ഇട്ടിട്ടായിട്ട് നമ്മൾ പുതുക്കിയിട്ടെല്ലാം എടുക്കുന്നില്ല. അപ്പോൾ കുറേ ടൈമും കുറേ സമയമെല്ലാം എടുക്കുന്നുണ്ട്. അതുപോലെ കൈയെല്ലാം പൊള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പത്തിരിപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്രാവശ്യം ഇത് ഉണ്ടാക്കിയിട്ട് നോക്ക്, നല്ല ക്രിസ്പിയോടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോഴൊക്കെ ഇത് എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് 1 മാസം വരെ അതിന് മേലെയും ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സെയിൽ ചെയ്യാനും പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.